എൻ്റെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് തയ്യൽ പഠിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മെഷറിംഗ് ടേപ്പ് എങ്ങനെ വായിക്കാം. പലർക്കും തയ്യൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാകുന്നത് മെഷറിംഗ് ടേപ്പ് വായിക്കുന്ന കാര്യത്തിലാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ടേപ്പിലെ നമ്പറുകളും ചെറിയ വരകളും വരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം മെഷറിംഗ് ടേപ്പ് പരിചയപ്പെടാം. ഒരു തയ്യൽ മെഷറിംഗ് ടേപ്പിൽ സാധാരണയായി 2 വശങ്ങളാണുള്ളത്. ഒരു വശം ഇഞ്ചും മറ്റേ വശം സെന്റിമീറ്ററുമാണ്. 1 മീറ്റർ എന്നാൽ 100 സെന്റിമീറ്റർ ആണ്. ആദ്യം ഇഞ്ച് സൈഡ് നോക്കാം. 0 മുതൽ 60 വരെയാണ് ടേപ്പിലെ നീളം. ടേപ്പിൽ കാണുന്ന വലിയ നമ്പറുകൾ 1, 2, 3 എന്നിങ്ങനെയുള്ളവ ഓരോ ഇഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. 1 ഇഞ്ചിനകത്തുള്ള അളവുകൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ കണ്ടാൽ മതിയാകും. 2 നമ്പറുകൾക്കിടയിൽ കാണുന്ന ചെറിയ വരകൾ ഓരോ പ്രത്യേകത അർത്ഥങ്ങളുണ്ട്. 0 കഴിഞ്ഞ് ആദ്യം വരുന്ന പോയിന്റിനെ 0.125 ആണ് എന്ന് പറഞ്ഞാൽ ഓരോ വരയുടെയും ഇടയിലെ പോയിന്റ് 0.125 ആണ്. അതായത് 0.125ഉം 0.12ഉം ആഡ് ചെയ്താൽ 0.25 ആണ് രണ്ടാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് ഞാൻ ആഡ് ചെയ്യുന്നില്ല, എഴുതി പോവുകയാണ്. മൂന്നാമത്തെ പോയിന്റ് 375. അടുത്ത പോയിന്റ് 0.5. അടുത്ത പോയിന്റ് 0.625. അടുത്ത പോയിന്റ് 0.75. അടുത്ത പോയിന്റ് 0.875. അടുത്ത പോയിന്റ് 1.125. അടുത്ത പോയിന്റ് 1.25 എന്നിങ്ങനെയാണ് ഓരോ ഇതിലും പോകുന്നത്. 2 സംഖ്യകൾക്കിടയിലെ നടുവിലെ ഏറ്റവും വലിയ വര 1/2 ഇഞ്ചാണ് കണക്കാക്കുന്നത്. അതിൻ്റെ പകുതി 1/4 ഇഞ്ച്. 3 ഭാഗങ്ങൾ ചേരുമ്പോൾ 3/4 ഇഞ്ച്. ഇവയാണ് തയ്യലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അളവുകൾ. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. 1നും 2നും ഇടയിലുള്ള നടുവിലത്തെ വര 1/2 ഇഞ്ചാണ്. 1 കഴിഞ്ഞാൽ ആദ്യത്തെ ക്വാർട്ടർ വരുന്നത് 1/4 ഇഞ്ച്. ഹാഫ് കഴിഞ്ഞ് അടുത്ത ക്വാർട്ടർ വരുന്നത് 1/3 ഇഞ്ചാണ്. ഇങ്ങനെ ടേപ്പ് വായിക്കാൻ പരിശീലിച്ചാൽ അളവെടുക്കുമ്പോൾ തെറ്റുകൾ കുറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള തയ്യൽ ടിപ്പുകൾക്ക് ക്ലാസ്സുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.